നമസ്കാരം. 1950 കാലഘട്ടത്തിൽ ആരംഭിച്ച നെല്ലിമറ്റം സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെ 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായുള്ള പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 9 കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റെഫറന്റ് ഫാദർ മാത്യു മുണ്ടക്കൽ നിർവഹിച്ചതോടെ തുടക്കമായി. 2004 സ്കൂളിന്റെ 50ാമത് കനക ജൂബിലി സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചിരുന്നു. നെല്ലിമറ്റം പ്രദേശത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 75 ഇന കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടത്തിവരുന്നു. സ്കൂളിലും വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിലും ഒരു ജൂബിലി ട്രീ നട്ടുകൊണ്ട് 45ഓളം പദ്ധതികൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. കർമ്മ പദ്ധതികളിൽ പ്രധാനമായുള്ള എക്സിബിഷൻ എക്സ്പോ കോതമംഗലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ ആന്റണി ജോൺ 2024 നവംബർ 29 വെള്ളിയാഴ്ച രാവിലെ 10:30 നിർവഹിക്കുകയാണ്. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധങ്ങളായ നിർമ്മാണങ്ങൾ, പരീക്ഷണങ്ങൾ, പഴയകാല വസ്തുക്കളുടെ പ്രദർശനം, മറ്റ് വ്യക്തികളുടെയും കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിനോദ വിജ്ഞാനപ്രദങ്ങളായ സ്റ്റാളുകൾ എന്നിവ ഈ എക്സ്പോയുടെ സവിശേഷതകളാണ്. ഇതേ വേദിയിൽ തന്നെ സ്കൂളിന്റെ ജൂബിലി സ്മാരകമായി തയ്യാറാക്കിയ ജൂബിലി സ്മാരക പതിപ്പായ പോസ്റ്റർ സ്റ്റാമ്പിന്റെ പ്രകാശനം കോതമംഗലം രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസ് കുളത്തൂർ നിർവഹിക്കുന്നതാണ്. 2024 ഡിസംബർ 1 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1:30 വരെയുള്ള സമയത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആതുര സേവന ശുശ്രൂഷ രംഗത്ത് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഒരു മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പൊതുജനങ്ങൾക്കായി നടത്തുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡിസംബർ 1 ഞായറാഴ്ച രാവിലെ 9:30 കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിബി മാത്യു നിർവഹിക്കുന്നതാണ്. 2024 ഡിസംബർ 27 വെള്ളിയാഴ്ച ഈ സ്കൂളിന്റെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നു. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം 2025 ഫെബ്രുവരിയിൽ മതമേലധ്യക്ഷന്മാരെയും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജരും ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ റെവറന്റ് ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ, ആഘോഷ കമ്മിറ്റി കൺവീനറും സ്കൂൾ പ്രധാന അധ്യാപകനുമായ വിനു ജോർജ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ ആന്റണി പെരേര, ഷീജ ജിയോ, സൗമ്യ ജോസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ശ്രീ ജോയി പോൾ എന്നിവർ പങ്കെടുത്തു. 25 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിലെ 2024 ഫെബ്രുവരി മാസം 9 പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നത്തെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റെവറന്റ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ തിരിതെളിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നെല്ലിമറ്റം പ്രദേശത്തെ സംബന്ധിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിലെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്ന് സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ജൂബിലിയുടെ നിറവിലെ ആയിരിക്കുമ്പോൾ 75 വർഷം പൂർത്തിയാകുമ്പോൾ 75 ഇന കർമ്മ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 45ഓളം കർമ്മ പദ്ധതികൾ ഇതിനോടൊപ്പം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെ 1-2 എണ്ണം എടുത്തു പറഞ്ഞാൽ, സ്വാന്തനം എന്നുള്ള ഒരു ഫണ്ട് കളക്ഷൻ സ്റ്റാഫ് റൂമിലും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ചെറു സംഭാവനകൾ സ്വീകരിക്കുവാനായിട്ട് ടിന്ന് നമ്മൾ സ്ഥാപിച്ചു. ഓരോ മാസവും അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന പൈസ കൊണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ചികിത്സാ സഹായം, ചിലർക്ക് എങ്കിലും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആ പദ്ധതി ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ ജൂബിലി ട്രീ എന്ന നിലയിൽ സ്കൂളിലും അതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകളിലെ ഓരോ മരം
അവിടെ നടുകയുണ്ടായി. അത് സ്കൂളിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരു മരം നട്ടു. അത് വളരുന്ന പോലെ തന്നെ സ്കൂളും എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത കുട്ടികളിലും അതുപോലെ മറ്റുള്ളവരിലും ഉണർത്തുവാനായിട്ട് ആ പ്രോഗ്രാം അങ്ങനെ ഇരുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതിയാണ് അത് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ രാജഗിരി ഹോസ്പിറ്റലും അതുപോലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടു കൂടിയാണ് ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 5 ഡിപ്പാർട്ട്മെൻറ്റ് പ്രഗത്ഭരായ ഡോക്ടർമാർ അതിലെ പങ്കുചേരും. അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടങ്ങി. 150 പേർക്കാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക.